ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കാണ് പറയുന്നത്. അതായത് ട്രേഡിങ്ങും മൈൻഡ് സെറ്റും തമ്മിലുള്ളൊരു ബന്ധം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആ ട്രേഡിങ് മാത്രമല്ല, ബിസിനസ് ആയിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേഡിംഗ് ആണെങ്കിലും ശരി, ബിസിനസ് ആണെങ്കിലും ശരി, ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിലും ശരി, ഇവിടെയെല്ലാം ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു ജോലി ചെയ്ത് പൈസ സമ്പാദിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടുന്ന പൈസയിൽ നഷ്ടങ്ങളൊന്നും വരുന്നില്ല. അനാവശ്യമായിട്ട് ചിലവാക്കി കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ അവിടെ നഷ്ടങ്ങൾ വരത്തുള്ളൂ. അതുകൊണ്ട് നഷ്ടങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് ബോധപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിട്ടില്ല, ഇതുപോലത്തെ സ്കീമുകളിലൊക്കെ പൈസ ഇടുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നഷ്ടങ്ങളെ ഫേസ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാർ ട്രെയിൻഡ് ആണെന്നുള്ളതാണ് ഒരു ചോദ്യം. ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അപ്പോൾ നഷ്ടങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരിക്കലും ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ നിന്നൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് ട്രെയിനിങ് നമുക്ക് കിട്ടുന്നുണ്ട്, കാണാതെ പഠിക്കുന്നുണ്ട്. ഒരുപാട് രീതിയിൽ ട്രെയിനിങ് ഉണ്ട്, മാത്തമാറ്റിക്കൽ, ലോജിക്കൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമുക്കൊരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ലോസ് എങ്ങനെ റിക്കവർ ചെയ്യണം, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ സ്റ്റേബിളാക്കിയിരിക്കണം, അങ്ങനത്തെ കുറച്ച് സൈക്കോളജിക്കലുള്ള കാര്യങ്ങൾ നമ്മളെവിടെയും പഠിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങൾ വരുമ്പോഴത്തേക്കും പല ആൾക്കാരും അവർക്ക് ജനറ്റിക്കലായിട്ട് കിട്ടുന്ന ഒരു ഇതിനെയൊക്കെ ഒരു ഫേസ് ചെയ്യുന്നൊരു കഴിവുണ്ട്. ആ കഴിവ് വെച്ചാണ് പല ആൾക്കാരും തരണം ചെയ്ത് പോകുന്നത്. പക്ഷേ ബിസിനസ്സിലൂടെ വരുമ്പോഴത്തേക്കും ഇതിനൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ മനസ്സിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത്, ഇതൊരു മാനിപ്പുലേഷൻ തന്നെയാണ്. നമുക്ക് നഷ്ടം ഉണ്ടായി എന്നുള്ളൊരു ഫാക്റ്റാണ്. പക്ഷേ നമുക്ക് ആ ഒരു പ്രോപ്പർ മൈൻഡ്സിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യണം. നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, വീണ്ടും ആ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് പിടിച്ച പരിപാടിയാണ് പല ആൾക്കാരെ സംബന്ധിച്ച്. പക്ഷേ ആ ഒരു ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഫീൽഡിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം പല കോഴ്സിനകത്തും യൂട്യൂബിനകത്തും നിങ്ങൾ കണ്ടിട്ടില്ലേ, മൈൻഡ് സെറ്റാണ് എല്ലാത്തിൻ്റെ ഒരു അടിസ്ഥാനം. ഈ മൈൻഡ് സെറ്റ് എന്ന് പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചധികം സ്കിൽസുകൾ ചേരുന്ന ഒരു സംഭവമാണ് മൈൻഡ് സെറ്റ്. അത് ഓരോ ജോലി അല്ലെങ്കിൽ ഓരോ ബിസിനസ്സിനും വ്യത്യസ്തമായിരിക്കും. റിസ്ക്കുകൾ കൂടുതലുള്ള ബിസിനസ്സുകളുണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്കൊരു റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി നോർമൽ കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം വേണം. പിന്നെ ചില ജോലിയൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഹൈ റിസ്ക് ഒന്നും ആയിരിക്കത്തില്ല, മീഡിയം റിസ്ക് ഉള്ള സ്ഥലത്തൊക്കെയാണ് അതിനനുസരിച്ചുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഹൈ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ മൈൻഡ് സെറ്റ് പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് വേണ്ട രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടുത്തെ നഷ്ടങ്ങൾ പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറെ കാര്യം വെച്ചാൽ ലോസുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ലോജിക്കലി അതിനെ കാണാൻ ശ്രമിക്കുക. ഇമോഷണലി അതിനെ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ വൈകാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ വീണ്ടും വൈകാരികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് അതിനേക്കാൾ ഭീകരമായിരിക്കും. അതുകൊണ്ട് ഒരു ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പം ഒരു ട്രേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒന്നിലധികം ട്രേഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാസങ്ങളായിക്കോട്ടെ, ഒരു ടോട്ടൽ പിയാനലിങ്ങനെ ആയിക്കോട്ടെ, ലോസുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും പ്രോപ്പറായിട്ട് അതിനൊന്ന് ഇരുത്തി ഒന്ന് മനസ്സിലാക്കുക, സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് എന്തൊക്കെ ചെയ്താൽ എനിക്കിത് മറികടക്കാൻ പറ്റും, അങ്ങനെ പക്ക ലോജിക്കലായിട്ട് ചിന്തിക്കുക. അല്ലാതെ ഒരിക്കലും അയ്യോ എൻ്റെ പൈസ മൊത്തം പോയി, ഇനി എന്ത് ചെയ്യും, ഇനി കുറച്ചുകൂടെ പൈസ കൊണ്ടുതന്നെ കടം മേടിച്ച് കൊണ്ടിടാം, അങ്ങനത്തെ ചിന്തകളാണ് ആ സമയത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനേക്കാൾ വേസ്റ്റ് ആകാനേ സാധ്യതയുള്ളൂ കാര്യങ്ങൾ. അതുകൊണ്ട് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പ്ലാൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയാം, ട്രേഡിങ്ങിനകത്ത് സ്ട്രാറ്റജിയുടെ ഒരു പ്രാധാന്യമുണ്ട്. സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പ് വരും. നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ ലോസ് ആണെങ്കിലും ഫ്യൂച്ചറിൽ പ്രോഫിറ്റബിൾ ആകുമെന്നുള്ളൊരു ഗട്ട് ഫീലിംഗ് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നാൻ വേണ്ടി പല സ്ട്രാറ്റജികളും നമ്മളെ സഹായിക്കും. ഇപ്പോൾ സ്ട്രാറ്റജിക്കായിട്ടല്ല ഒരാൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു സെൽഫ് ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. കാരണം ഭാവിയിൽ ഞാൻ പ്രോഫിറ്റബിൾ ആവുമോ, ഇനി നഷ്ടത്തിലോട്ട് പോവുമോ, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ട്രേഡ് എടുക്കണോ, ഇനിയും ട്രേഡ് എടുത്താൽ പ്രശ്നത്തിലാവോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പല ട്രേഡുകളും നമ്മൾ എൻട്രി എടുക്കത്തുമില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രേഡിംഗ് സെറ്റപ്പൊക്കെ വരുമ്പോഴത്തേക്കും പലപ്പോഴും എൻട്രി എടുക്കാനും പറ്റത്തില്ല. ഇപ്പോൾ എൻട്രി എടുക്കുന്നത് ലേറ്റ് എൻട്രി ഒക്കെ ആയി പോകും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് കൂടുതൽ വരിക, കൂടുതൽ ലോസ് വരിക, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ സ്ട്രാറ്റജി ട്രേഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ നോയിസൻസുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടൊരു സ്ട്രാറ്റജിക്കലായിട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ നോയിസുകളൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേബിൾ ആൻഡ് കാം മൈൻഡ് സെറ്റ് അപ്പം തന്നെ റെഡിയാവും. അതുകൊണ്ടാണ് പല ആൾക്കാരും സ്ട്രാറ്റജിക്കലായിട്ട് ട്രേഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് റോബോട്ടിനെ പോലെ ഇരിക്കുക എന്നുള്ളതല്ല, ഇതുപോലത്തെ ഒരുപാട് നോയിസുകൾ ഒഴിവാക്കി തന്നെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള എൻട്രികൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ തന്നെ കുറച്ച് പ്രോഫിറ്റ് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ മൈൻഡ് സെറ്റിനെ പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൊടിക്കൈകൾ ഉപയോഗിക്കണം. അതിനകത്തൊന്നാണ് ഈ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക്കലായിട്ടുള്ള ട്രേഡിംഗ് സെറ്റപ്പാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അവിടെ ഇമോഷൻസ് അധികം നമുക്ക് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം റാൻഡമായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്ട്രാറ്റജി എടുത്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം സ്ട്രാറ്റജി എടുത്ത് ട്രേഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 5-6 മാസം ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ നിങ്ങൾ എടുക്കുന്ന ട്രേഡിനകത്തൊക്കെ നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഇപ്പോൾ ലോസ് ആണെങ്കിൽ പോലും നിങ്ങളെ ഇമോഷണലി അത് പ്രശ്നം ഉണ്ടാക്കത്തില്ല. അടുപ്പിച്ച് 5-6 ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് അത്ര നേരത്തെ ഉണ്ടായതിൻ്റെ അത്രയും പ്രശ്നം വരത്തില്ല. പക്ഷേ സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ ഡൗട്ട് ചെയ്യാൻ പാടില്ല.
പല ആൾക്കാരും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങും, പക്ഷേ സ്ട്രാറ്റജിയെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പം നിങ്ങൾക്കറിയാം, ഒരു സ്ട്രാറ്റജി നിങ്ങൾ റൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 6 മാസത്തേക്ക് നോക്കുമ്പോൾ അത് പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ അടുപ്പിച്ച് ഒരു 2 ആഴ്ച ലോസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആൾക്കാരെ സ്ട്രാറ്റജി ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം പല സമയത്തും ആ സ്ട്രാറ്റജി നിർത്തി പോകേണ്ട സാധ്യത കൂടുതലാണ്, വീണ്ടും പഴയ രീതിയിലോട്ട് വരും. അപ്പോൾ അതൊക്കെ ഒരു മൈൻഡ് സെറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അപ്പോൾ മൈൻഡ് സെറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ 6 മാസം ഏതായാലും സ്ട്രാറ്റജി ഓടിച്ച് നോക്കാം, ഇത് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാറാം, അങ്ങനെയുള്ള രീതിയിലോട്ട് നിങ്ങൾ ചിന്തിക്കുക. പക്ഷേ ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാനുള്ള ടൈം പീരീഡിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ എങ്ങനെയായാലും മൈൻഡിനെ പിടിച്ച് നിർത്തണം. അതൊക്കെയാണ് ഈ മൈൻഡ് സെറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നിങ്ങളൊരു സ്ട്രാറ്റജി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാക്സിമം അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈഡിൽ ആ സ്ട്രാറ്റജി ചെയ്തുകൊണ്ടിരിക്കുക, വേറൊരു അക്കൗണ്ട് എടുത്തിട്ട് വേറൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രേഡുകൾ നിങ്ങൾ ട്രേഡ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അവിടെ ലോസ് വന്നാലും കുഴപ്പമില്ല, സ്ട്രാറ്റജി ഉറപ്പായിട്ടും ഒരു സൈഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 6 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്ത സ്ട്രാറ്റജി പ്രകാരം അത് പ്രോഫിറ്റബിൾ ആണ്. പിന്നെ എന്തിനാണ് ഞാൻ ആവശ്യമില്ലാത്ത ട്രേഡ് എടുത്ത് ഇവിടെ പൈസ കളഞ്ഞെന്ന് തോന്നും. അവിടെ നെറ്റ് ലോസ് ആണെങ്കിൽ പോലും, കാരണം നിങ്ങൾ അനാവശ്യമായിട്ട് ട്രേഡ് എടുത്ത് കളത്ത് ലോസ് വരുമല്ലോ, അവിടെ നെറ്റ് ലോസ് ആണെങ്കിൽ പോലും സ്ട്രാറ്റജി പ്രോഫിറ്റബിൾ ആണെന്ന് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബിലീഫ് വരാൻ തുടങ്ങും, ഈ സ്ട്രാറ്റജി വർക്കിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മൈൻഡ് കുറച്ചുകൂടെ അടുത്ത 6 മാസത്തേക്ക് നിങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. ആ സ്ട്രാറ്റജി നിങ്ങൾ റൺ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ മനസ്സിനെ കുറച്ചൊക്കെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം. നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ പറയുന്നത് കേൾക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്ഥലത്തോട്ട് നോക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അങ്ങോട്ട് നോക്കിപ്പിക്കും നമ്മളെ കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ മനസ്സാണെന്ന് പറഞ്ഞാലും ഒരു 90% കാര്യങ്ങളിൽ നമ്മളല്ലത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം നമ്മളതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ആ ഒരു കൺട്രോളാണ് പലയിടത്തും സക്സസ് ഉണ്ടാക്കുന്നത്. ആ ഒരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിസൾട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ പ്രോപ്പർ മൈൻഡ് സെറ്റോടുകൂടി ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആകാൻ പറ്റും. പക്ഷേ ആ മൈൻഡ് സെറ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം. ഇതൊരു പ്രാക്ടീസാണ്, ഇതൊരു ദിവസങ്ങളെടുക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പോൾ ചെറിയൊരു സ്ട്രാറ്റജി ആണെങ്കിൽ പോലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ സംഭവം നിങ്ങൾ ചെയ്ത് ശീലിക്കുക. അതുകൊണ്ട് ചെയ്ത് ശീലിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിൽ അത് സെറ്റ് ആയിക്കോളും. അങ്ങനെ മാത്രമേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പാവപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഇരുന്നിട്ട് ഇന്ന് ഞാൻ എല്ലാം കൊണ്ടും മൈൻഡ് ഓക്കെ ആണെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ആദ്യത്തെ 2 ട്രേഡ് കൊണ്ട് നിങ്ങളുടെ മൈൻഡ് ഔട്ടായി പോകാൻ സാധ്യതയുണ്ട്. ലോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും മൈൻഡ് സ്കാർട്ടഡ് ആയി പോകും. അപ്പോൾ അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ട്രേഡ് എടുക്കാവുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ റിവഞ്ച് ട്രേഡ് എടുക്കരുത്. കാരണം ഫസ്റ്റ് ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ എപ്പോഴും ട്രേഡിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ റിവഞ്ച് ട്രേഡ് എടുക്കേണ്ട സാധ്യത കൂടുതല. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉടനെ തന്നെ ട്രേഡ് എടുക്കലെന്ന് പറഞ്ഞത്. പിന്നത്തെ കേസിലെന്ന് വെച്ചാൽ ഒരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ട്രേഡ് എടുക്കല്, ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് തുറന്ന് വെച്ച് നോക്കിക്കൊണ്ടിരുന്ന ഉറപ്പായിട്ടും ട്രേഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലാണ്. അവിടെ ഇഷ്ടംപോലെ സാധ്യതകളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ആ ടെൻഡൻസി എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പല ആൾക്കാരും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കുറച്ച് മൈൻഡ് കൺട്രോളിങ് ടെക്നീക്സൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. അതിപ്പം ട്രേഡിംഗ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഏത് മേഖലയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈൻഡ് സെറ്റ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് നടക്കും. അല്ലെന്നുണ്ടെങ്കിൽ എവിടെ പോയാലും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് പാളിച്ച പറ്റുന്നത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഹാപ്പി ട്രേഡിങ്.